നമ്മുടെ മൂന്നാർ വ്ളോഗിൻ്റെ അവസാന പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടൗണിൽ തന്നെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അൽഫാമാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശന്നു. അപ്പോൾ നമ്മൾ പോയിട്ട് ചായയൊക്കെ കുടിച്ചു. ഞാൻ മിഠായിയൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞപ്പോഴേക്കും നമ്മൾ ഹോട്ടലിലേക്ക് പോയി. ഈ ഹോട്ടലുകാർ നമുക്ക് ഒരു 500 രൂപയുടെ ഡിഫറൻസിൽ വ്യൂ ഉള്ള റൂം തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് കാണിച്ചു തന്നു. നമ്മൾ പക്ഷേ വേണ്ട, വ്യൂ ഇല്ലാത്ത റൂം മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഞങ്ങൾ ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ടോർച്ചൊക്കെ എടുത്ത് അടിച്ച് നോക്കി, ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പെട്ടിയൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വ്യൂ നോക്കിയപ്പോഴേക്കും മറ്റേ റൂമിനെക്കാട്ടി അത്യാവശ്യം നല്ല വ്യൂ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ സന്തോഷം, കാരണം 500 രൂപ നമ്മൾ ലാഭിച്ചല്ലോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയൊക്കെ ആയി. മിസ്റ്റർ തൗഫീർ എനിക്ക് ഷൂ ഒക്കെ ഇട്ട് തന്നു. നമുക്കിവിടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെൻസ് വരുന്നത് ഫുഡിനാണ്. അപ്പോൾ നമ്മൾ റൂം എടുക്കുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ ലാഭിക്കാം. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെ രാവിലെ തുടങ്ങും, നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് തീരും. 10-11 മണിയാകുമ്പോൾ തീരും. നമുക്കപ്പോൾ നല്ലപോലെ അങ്ങ് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ എറണാകുളത്തേക്കാണ് ഇന്ന് വരുന്നത്. കൂടാതെ വിഷു ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു വിഷുക്കണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. നമ്മുടെ കാറൊക്കെ നല്ലപോലെ അവർ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളതിന് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി എറണാകുളത്തെത്തി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.